സുസ്മിത നുണപരിശോധനാ സമയത്ത് കഴിച്ച ടാബ്ലറ്റ്സിനെ പറ്റി നാഷണൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് മിലോ. ഇത് നിരോധിത മരുന്നൊന്നുമല്ല. തലവേദനയ്ക്കുള്ള പാരസെറ്റമോളാണ്. മിലോഡ്, ഈ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി IPSനെ വിസ്തരിക്കാൻ അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. ദൈവസാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നാണ് ശ്രീരഞ്ജിനി പറഞ്ഞത്. ഓർമ്മയുണ്ടാവണം. തീർച്ചയായും. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് ശ്രീരഞ്ജിനി ആയിരുന്നോ? അല്ല, പഞ്ചകൈലാസം CI നിഷാദിനായിരുന്നു അന്വേഷണ ചുമതല. പിന്നെ ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ ചുമതല ശ്രീരഞ്ജിനിയിലേക്ക് വന്നത്? കേസ് അന്വേഷിക്കാൻ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? ആദ്യം കേസ് അന്വേഷിച്ച CI നിഷാദിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണോ? തൃപ്തികരമല്ലെന്ന് പറഞ്ഞാൽ ശ്രീരഞ്ജിനി സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ പരിഹസിക്കുന്ന പോലെ ആയിരിക്കും. മറുപടി പറയണം ശ്രീരഞ്ജിനി. തൃപ്തികരമല്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിന്റെ അർത്ഥം തൃപ്തികരമാണെന്നാണ്. നോട്ട് ദി പോയിന്റ്, യുവർ ഓണർ. ഈ കേസിലെ കക്ഷികളെ ആരെങ്കിലും ശ്രീരഞ്ജിനിക്ക് നേരത്തെ പരിചയമുണ്ടോ? സത്യം മാത്രമേ പറയൂവെന്ന് ശ്രീരഞ്ജിനി പ്രതിജ്ഞ ചെയ്തതാണ്. മറുപടി പറയണം ശ്രീരഞ്ജിനി. ഈ കക്ഷികളിൽ ആരെങ്കിലും ശ്രീരഞ്ജിനിക്ക് പരിചയമുണ്ടായിരുന്നോ എന്ന്? പരിചയമുണ്ടായിരുന്നു. ആരെയൊക്കെ? എല്ലാവരെയും പരിചയമുണ്ടായിരുന്നു. നല്ല ആഴത്തിലുള്ള പരിചയമെന്ന് ഞാൻ പറയും. ശാലിനിയുടെ അമ്മ ശാരദാമ്മ ശ്രീരഞ്ജിനിക്ക് സ്വന്തം അമ്മയെപ്പോലെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാനാവുമോ? അതും ഈ കേസുമായിട്ട് എന്ത് ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി തന്നെ അല്ലേ? നോട്ട് ദി പോയിന്റ്, യുവർ ഓണർ. യുവർ ഓണർ, ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥ മറ്റൊരു കേസിൽ സുസ്മിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നും സുസ്മിത നിരപരാധിയാണെന്ന് കണ്ട് ആ കേസിൽ നിന്ന് കോടതി കുറ്റവിമുക്തയാക്കിയെന്നും ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാൻ കോടതിയിൽ സമർപ്പിക്കുന്നു. പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ സുസ്മിത വിഷം കൊടുത്തു കൊന്നു എന്നായിരുന്നു ആരോപണം. ആ കേസിൽ മറ്റൊരാൾ, വസുമതി എന്ന സ്ത്രീ, ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ അമ്മ, അറസ്റ്റിലായി. അന്നു മുതൽ എന്റെ കക്ഷി സുസ്മിതയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഢസംഘം തന്നെയാണ് ഇപ്പോഴത്തെ ഈ വ്യാജ ആരോപണങ്ങൾക്കും പിന്നിൽ. ആൻഡ് വൺ മോർ തിങ്, അന്ന് സുസ്മിത വിഷം കൊടുത്തു കൊന്നു എന്ന് ആരോപിച്ച കുഞ്ഞിനെ പ്രീതി പ്രസവിച്ചു. ആൻഡ് ഷീ ഈസ് വെരി മച്ച് അലൈവ്. മിലോഡ്, പ്രീതിയുടെ കേസിൽ ഈ മഹതി ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞിനെ കൊന്നു. അത് തന്നെയാണിപ്പോ രോഹിത്തിന്റെ കേസിലും ചെയ്തിരിക്കുന്നത്.
സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോർപ്പസ് ഡെലിറ്റിയെ പറ്റി പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഒരു വകുപ്പുണ്ട്. പക്ഷേ കോർപ്പസ് ഡെലിറ്റിയെ പറ്റി പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒഴിവാക്കി കളഞ്ഞു. കോർട്ട് മേ ആക്ട് ഓൺ ദി ടെസ്റ്റിമണി ഓഫ് എ സോൾ ഐ വിറ്റ്നസ് ഇഫ് ഫൗണ്ട് റിലയബിൾ. മൃതദേഹം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കോടതിക്ക് ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാം, വിശ്വാസ്യമാണെങ്കിൽ മാത്രം. മിലോഡ്, ഈ കേസിൽ ആരാണ് ദൃക്സാക്ഷി? എന്താണ് ഈ കേസിന്റെ വിശ്വാസ്യത? ദൃക്സാക്ഷികളുണ്ട് മിലോഡ്. സാക്ഷി പട്ടികയിൽ PW7 ആയി അത് സമർപ്പിച്ചിട്ടുണ്ട്. PW7 പ്രീതി. മിലോഡ്, അത് കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്താ കോടതിയെ പരിഹസിക്കുകയാണോ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സാക്ഷിയുടെ മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യപ്പെടുന്നില്ല മിലോഡ്. ബുദ്ധിഭ്രമം ഒഴികെയുള്ള ഏത് അസുഖമുള്ളവർക്കും കോടതിയിൽ വന്ന് മൊഴി നൽകാം. പ്രീതിയെ കോടതിയിൽ ഹാജരാക്കി മൊഴി നൽകാൻ സാധിക്കുമെന്നാണോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറയുന്നത്? സാധിക്കും യുവർ ഓണർ. സത്യം നടപ്പാക്കാൻ ദൈവം ഈ കേസിൽ ഇടപെടുക തന്നെ ചെയ്യും. അതിനായി കേസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. പ്രോസിക്യൂഷന്റെയും ഡിഫൻസ് കൗൺസിലിന്റെയും വാദങ്ങൾ പരിഗണിക്കുമ്പോൾ രോഹിത്തും സുസ്മിതയുമായിട്ടുള്ളത് ഒരു സാധാരണ സൗന്ദര്യ പിണക്കമെന്നാണ് കോടതിക്ക് തോന്നുന്നത്. ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അല്ല യുവർ ഓണർ, ഈ നിൽക്കുന്ന സുസ്മിതി രോഹിത്തും തമ്മിൽ സാധാരണ സൗന്ദര്യപ്പിണക്കായിരുന്നില്ല. കോടതി ആ സത്യം മനസ്സിലാക്കാൻ തയ്യാറാവണം. ഓർഡർ ഓർഡർ, നിങ്ങൾ അവിടെ ഇരിക്കണം. അല്ല പിന്നെ അവരെന്തോ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാൻ രോഹിത്തും സുസ്മിതയും ഒരു കൗൺസിലിംഗിന്റെ സഹായം തേടുന്നത് അഭികാമ്യമാണ്. ഡിഫൻസ് കൗൺസിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ വിശ്വാസയോഗ്യമായ സാക്ഷിയുടെ അഭാവത്തിൽ കോർപ്പസ് ഡെലിറ്റി പ്രകാരം ചാർജ് ചെയ്യുന്ന കേസ് നിലനിൽക്കില്ല. അതേസമയം ദൃക്സാക്ഷിയെ ഹാജരാക്കാമെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദവും പരിഗണിക്കേണ്ടതുണ്ട്. ഈ കേസിലെ ഏക ദൃക്സാക്ഷി PW7 പ്രീതിയെ ഹാജരാക്കുന്നതിന് കോടതി പ്രോസിക്യൂഷന് ഒരവസരം നൽകുന്നതാണ്. മൊഴിയുടെ അഭാവത്തിൽ നിരുപാധികം കേസ് തള്ളുന്നതായിരിക്കും. സുസ്മിത രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതിന് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ദ ബെയിൽ ഗ്രാൻഡഡ്, ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥയായ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി ഈ കേസിൽ സ്വജനപക്ഷപാതവും വ്യക്തി താൽപര്യവും പ്രകടിപ്പിച്ചെന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു IPS ഓഫീസർ എന്നുള്ള നിലയ്ക്കും സമൂഹത്തിന് മാതൃകയാവേണ്ട ആളെന്നുള്ള നിലയ്ക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി അക്ഷന്തവ്യമല്ല. ആയതിനാൽ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനിയെ
നിലവിലുള്ള ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി ശ്രീരഞ്ജിനി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച വഴിവിട്ട സമീപനങ്ങളെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്താൻ കോടതി പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറും വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. മേപ്പടി സംഭവത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറെ കോടതി ശക്തമായി താക്കീത് ചെയ്യുന്നു. കേസുമായി ബന്ധപ്പെട്ട് രോഹിതിന്റെ അമ്മ പത്മാവതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ പ്രായത്തെ പരിഗണിച്ച് കോടതി ശിക്ഷാ നടപടികൾക്കൊന്നും നിർദ്ദേശം നൽകുന്നില്ല. കേസ് അടുത്ത മാസം 17 മാറ്റിവെച്ചിരിക്കുന്നു. The court is adjourned. അമീർ സാർ ശരിക്കും പൊളിച്ചടുക്കിന്ന് തന്നെ പറയാം. ബ്രെയിൻ ടു ലെറ്റ്, തലച്ചോറ് വാടകയ്ക്ക്. ശരിക്കും നിങ്ങൾക്ക് ആ ടാഗ് നന്നായി ഇണങ്ങും. അതെ, വാടകയ്ക്ക് തരുന്ന തലച്ചോറിന് വില ഇത്തിരി കൂടുതലാ. നാഷണൽ ഡ്രഗ്സ് ലബോറട്ടറിയിലെ റിപ്പോർട്ട് മാറ്റാനൊക്കെ തൊട്ട് നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് എത്തിരിക്കും സാറേ. സാർ ആവശ്യപ്പെടുന്നതിൽ നിന്ന് 1 രൂപ കുറയില്ല, കൂടത്തേ ഉള്ളൂ. ഹേയ്, ചോദിച്ചത്രയും മതി. ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം മതി. പാപഭാരത്തിന്റെ പങ്ക് വേണ്ട. അയാളെന്താ അവസാനം ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞിട്ട് പോകുന്നത്? അയാളുടെ സ്വഭാവം അങ്ങനെ, ഒരു പിടിയും തരില്ല. Thank you, Vishnu. Thank you for everything. വിഷ്ണു, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ, രോഹിത് ജീവനോടുണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ, അവനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നു വിഷ്ണു. ബ്രദറിലോ എന്നോ വക്കീലെന്നോ ഉള്ള പരിഗണനയൊന്നും വേണ്ട. അന്ന് പഞ്ചകൈലാസ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നുള്ളൊരു പരിഗണന മാത്രം മതിയായിരുന്നു. അർജുൻ, ഞാൻ പറയും, എൻ്റെ കരിയറിൽ അർജുൻ ശങ്കർ ആദ്യമായിട്ടൊരു കേസിൽ തോറ്റു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ തോറ്റത് ഞാൻ മാത്രമല്ല വിഷ്ണു. സുസ്മിതയുടെ ചതിക്കിരയായ രോഹിത്. ആ സംഭവത്തിന് ശേഷം ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന എൻ്റെ പ്രീതി. എടോ, തൻ്റെ പെങ്ങള്
ഇവരെയൊക്കെ കൂടിയാ താൻ തോൽപ്പിച്ചത്. ഇതൊന്നും തൻ്റെ കുഴപ്പമൊന്നുമല്ല. കോടതി എന്താണെന്നും കോടതിയിലെ നടപടി എന്താണെന്നും അറിയണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം. ദേ, ഈ കൈക്കരുത്തുകൊണ്ട് നിങ്ങൾ നേടിയതൊക്കെ ഇവിടെ തീർന്നു. ഈ കേസിൽ ഇനിയൊരു പ്രതീക്ഷ വേണ്ട. അതെ, ഇനി ഇയാൾ ഇത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ. വിഷ്ണു ബ്രോ, വിഷ്ണു, ഞാൻ ചതിക്കായിരുന്നടാ പട്ടി നീ. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നതിനും ഭേദനെ കൊന്നുകളയായിരുന്നില്ലടാ. വിഷ്ണുവേട്ടാ, നീ ഞങ്ങളെല്ലാം ചതിക്കായിരുന്നില്ല. വിട്. സംഭവിച്ചത് എന്താന്ന് ആദ്യം ചോദിച്ചു മനസ്സിലാക്ക. അത് കഴിഞ്ഞിട്ടാവാം ഇടിയൊക്കെ. സത്യത്തിന്റെ ഭാഗത്തുനിന്ന് പടപൊരുതിയിട്ടും തോറ്റുപോയ നായകന്റെ രോഷപ്രകടനങ്ങൾ. സംയമനത്തോടെ അത് നിയന്ത്രിച്ച് മറ്റൊരു വഴിയിലൂടെ വിജയിക്കാൻ പരിശ്രമിക്കുന്ന നായിക. സീൻ കൊള്ളാം. ലേക്കിൻ പിക്ചർ അഭി ബാക്കി നഹി ഹെ ബഹൻ. പിക്ചർ കഥം. മനസ്സിലായില്ലേ? പടം തീർന്നു. പിന്നെ ഈ സീൻ എവിടെ കുത്തിത്തിരുകാനാ? എഡിറ്റർ നന്നായിട്ട് ക്ലേശിക്കും. ഈ പാവം നിങ്ങളെ ചതിച്ചിട്ടൊന്നുമില്ല. രോഹിത്തിനെ കിഡ്നാപ്പ് ചെയ്തതും തടവിൽ സൂക്ഷിച്ച് കോടതിയിൽ ഹാജരാക്കിയതും ഞാനാ. ഇയാൾക്ക് നല്ല കൈക്കരുത്തുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നാളെ എനിക്കൊരു പേഴ്സണൽ കൊട്ടേഷൻ ആവശ്യമായി വന്നാൽ ഞാൻ വിഷ്ണുവിനെ പ്രിഫർ ചെയ്യും. പക്ഷേ കോടതിയിൽ അതല്ല വിഷ്ണു. ബുദ്ധിയുടെ കളിയാ. കൂടുതൽ ബുദ്ധിയുള്ളവനാരോ അവനെ ജയിക്കൂ. ഇനി ഈ കേസിൽ അമിതമായൊന്നും പ്രതീക്ഷിക്കാനില്ല. അടുത്ത മാസം 17-ന് സുസ്മിതയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ്. അത്രയേ ഉള്ളൂ. സോ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് ഞാൻ പറയില്ല. വേഴ്സ്റ്റ് ഓഫ് ലക്ക്. ഭാഗ്യമല്ല, ദൗർഭാഗ്യം. അമീർ അബ്ദുള്ള അല്ലേ? അതെ. പേഴ്സണൽ കൊട്ടേഷന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എടുക്കുന്നത് അമീർ സാറിന്റെ കേസ് തന്നെ ആയിരുന്നേനെ. പക്ഷേ തൽക്കാലം അതിനുള്ളൊരു മൂഡിലല്ല. അമീർ സാർ എഴുതി തയ്യാറാക്കപ്പെട്ട നിയമങ്ങൾ വെച്ചാ വാദിക്കുന്നതെങ്കിലേ വിഷ്ണു വാദിക്കുന്നത് സ്വന്തം നിയമസംഹിത വെച്ചാ. കേട്ടാ? നന്നായി ഒന്ന് ഓർമ്മ വെച്ചോ. ഭയമൊന്നും വേണ്ട, ജാഗ്രത മതി. തോറ്റുപോകുന്നവരുടെ ഇത്തരം വിരട്ടലുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വിഷ്ണു ഞാൻ. ഐ ഡോണ്ട് കെയർ. അതിനാരാണ് സർ തോറ്റത്? നുണകളുടെ പഴമുറം കൊണ്ട് അമീർ സാറ് മറച്ചു പിടിച്ചിരിക്കുന്ന സത്യത്തിന്റെ സൂര്യൻ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. ധർമ്മവും നീതിയും ഒക്കെ ഇനിയും ഈ ഭൂമിയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ
കൊടും ക്രൂരത ചെയ്ത സുസ്മിതയുടെ കയ്യിൽ വിലങ്ങ് വീഴും. പിക്ചർ ഖതം നഹി ഹൈ ഭായ്, അഭി ബാക്കി ഹൈ. മനസ്സിലായില്ലേ? പടം തീർന്നിട്ടില്ലെന്ന്. സാർ ഇത്രയും ഇറങ്ങി കളിച്ച സ്ഥിതിക്ക് ഞങ്ങള് കൂടി ഒന്ന് ഇറങ്ങണ്ടേ? ഇനിയുള്ള കളിയാവും ഇൻട്രസ്റ്റിംഗ്. നമുക്ക് കാണാം. കാണാം. എന്നാ പോട്ടെ വിഷ്ണു.